ഹലോ ഗൈസ്, ഞാനാണ് ഗായത്രി. എൻ്റെ ലൈഫിലെ തന്നെ ഫസ്റ്റ് ട്രെക്കിംഗ് എക്സ്പീരിയൻസ് ആണ് ഞാൻ ഇവിടെ ഷെയർ ചെയ്യാൻ പോണേ. ഞാൻ ഇതിന് മുന്നൊന്നും ട്രെക്കിങ്ങിന് പോയിട്ടില്ല, ഫസ്റ്റത്തെ ട്രെക്കിംഗ് ആണ്. അപ്പോൾ അതിൻ്റെ നല്ല ബുദ്ധിമുട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. എവിടെ പോയെന്ന് വെച്ചാൽ ശിവഗംഗ ഹിൽസ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞങ്ങൾ പോയത്. ബാംഗ്ലൂരിൽ നിന്നൊരു ഐ തിങ്ക് 60-70 കിലോമീറ്റേഴ്സ് ഉണ്ട്, കറക്റ്റ് അറിയില്ല, അപ്രോക്സിമേറ്റ് അത്രയ്ക്ക് ഉണ്ട്. അപ്പോൾ ഇതാണ് സ്ഥലം. ഞങ്ങൾ സൺറൈസ് കാണാൻ വേണ്ടിയിട്ടാണ് പോയത്. നല്ല രസമുണ്ടായിരുന്നു. പക്ഷേ ക്ലൈമ്പിങ് അല്ല, ട്രെക്കിങ് എനിക്ക് ഭയങ്കര പാടായിരുന്നു. ഒന്നാമത് ഭയങ്കര തണുപ്പായിരുന്നു കേട്ടോ. തണുപ്പെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര തണുപ്പ്, കിടില തണുപ്പായിരുന്നു. പുലർച്ചയിലൊക്കെ കയറണേ, ഫുള്ളി ഇരുട്ടും, കണ്ണൊന്നും കാണൂല. മറ്റേ ഫോണിൻ്റെ ഫ്ലാഷ് ലൈറ്റിലാണ് നടന്നിരുന്നത്. മോളിക്ക് കയറിയിരുന്നത്. നമ്മൾ ഈ മോളിക്ക് കയറി പോകുമ്പോണ്ടല്ലോ, സ്റ്റെപ്സ് ഒന്നുമില്ല. ഇതില്ലേ കരിങ്കല്ലില്ലേ, പാറ, അത് തന്നെ കാർവ് ചെയ്തിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒരാൾക്ക് കയറി പോകാവുന്ന സ്പേസ് ഉള്ളൂ, അങ്ങനത്തെ ഒരു സ്ഥലം. അപ്പം അത് കയറി പോകുമ്പോൾ ഒക്കെ സൂപ്പറായിരുന്നു. ഞാനാണെങ്കിൽ ഷൂസ് ഇട്ടുണ്ടായിരുന്നില്ല. ഞാനാണെങ്കിൽ ബാംഗ്ലൂർ വന്ന ടൈമിൽ പോയതാണ് ഇത്. ഫസ്റ്റത്തെ ട്രിപ്പാണ്. ഞാനും എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടും ആളുടെ റൂംമേറ്റും. സ്ട്രേഞ്ചേഴ്സ് ട്രിപ്പായിരുന്നു. ബാക്കിയൊക്കെ സ്ട്രേഞ്ചേഴ്സാണ്, എനിക്ക് ഇവർ രണ്ടുപേരും മാത്രമേ അറിയണ്ടായിരുന്നുള്ളൂ. ഇത് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ റൂംമേറ്റ് ആളാണ് ഈ സംഭവം സ്ട്രേഞ്ചേഴ്സ് ട്രിപ്പിൻ്റെ കാര്യം പറഞ്ഞത്. ഞങ്ങൾ എന്നിട്ട് മുകളിലെത്തി. അടിപൊളിയായിരുന്നു, കിടിലായിരുന്നു. തണുത്തൊക്കെ വിറച്ച് എല്ലാവരും ഷൂസ് ഇട്ടിട്ടൊക്കെ പോയത്. എൻ്റെ ഷൂസ് ഉണ്ടായിരുന്നു, ഞാൻ മറ്റേ നോർമൽ ചപ്പലൊക്കെ ഇട്ടിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് കാലൊക്കെ കുറേ പൊട്ടി, കല്ലുമൊക്കെ കൊണ്ടിടിച്ചിട്ട്. ഇതാണ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അശ്വിൻ, അതാണ് ഞാൻ, അത് അവൻ്റെ റൂംമേറ്റ്. സൺറൈസ് അടിപൊളിയായിരുന്നു കേട്ടോ, പറയാതെ യെല്ലോ. ലൈക്ക് നമുക്കിങ്ങനെ സണ്ണ് മെല്ലെ 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 പൊങ്ങി വരൊക്കെ കാണാൻ പറ്റും. ചെറുതായിട്ട് ഇങ്ങനെ വെളിച്ചം വന്ന് ഫുൾ വെളിച്ചം വരും. ഭയങ്കര തണുപ്പായിരുന്നു. ഇതൊരു വ്യൂ പോയിന്റാണ്, കിടിലിന. ഭയങ്കര തണുപ്പ് പറഞ്ഞാൽ ഭയങ്കര തണുപ്പ്. ഞങ്ങളൊരു ഡിസംബറോ ജനുവരിയോ ആ ടൈമിലെങ്ങാണ്ട പോയോണ്ട് ഭയങ്കര തണുപ്പായിരുന്നു. നല്ല മുകളിലും അല്ലേ, അതുകൊണ്ട് ഭയങ്കര തണുപ്പായിരുന്നു. കാറ്റ്, ഏറ്റവും പ്രശ്നം കാറ്റാണ്. കാറ്റടിക്കുമ്പോൾ നമ്മളിങ്ങനെ ഫ്രീസാവും. ജാക്കറ്റൊന്നും ഇട്ടുണ്ടായിരുന്നില്ല, ജസ്റ്റ് നോർമലി ഒരു ടീം ജീൻസ് ഇട്ടിട്ടാണ് പോയത്. കണ്ടോ, ഇതാണ് സൺറൈസ്, ഫുൾ സൺറൈസ് ആയിട്ടുള്ള ഒരു വ്യൂ ആണിത്. അടിപൊളിയല്ലേ? ട്രെക്കിംഗ് എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ എൻ്റെ ലൈഫിൽ ഞാൻ ഇത്രയും ഹൈറ്റിൽ കയറിയിട്ടുമില്ല, ഇത്രയും ഞാൻ നടന്നിട്ടുമില്ല. അതും ഷൂസ് ഒന്നും ഇടാണ്ട് ചെരുപ്പിട്ടിട്ട് മാത്രം. ലാസ്റ്റ് ചെരുപ്പിട്ടിട്ട് പാറ കയറാൻ പറ്റാണ്ടില്ലേ, ഞാൻ എന്ത് ചെയ്തു, ചെരുപ്പ് കൈ പിടിച്ച് നടന്നു. കല്ല് കാലുമ്പോൾ കുത്തിയാലും കുഴപ്പമില്ല, ബട്ട് ചെരുപ്പിട്ട് കയറുമ്പോൾ കാലൊക്കെ പൊട്ടി ഫുള്ള് വേദനയായിരുന്നു. അപ്പോൾ ഞാൻ ചെരുപ്പ് കയ്യിൽ ഊരി പിടിച്ചിട്ട് ഫുള്ള് മോളിലേക്ക് കയറി. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ ഫ്രണ്ടിനാണെങ്കിൽ അതിനിടെ കൂടെ കോമ്പറ്റീഷൻ കയറിയിട്ട് കുറച്ച് ആൾക്കാർ ഓൾറെഡി ട്രെക്കിംഗ് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. അവരെന്ത് ചെയ്ത് മോളിക്ക് സ്പീഡിൽ കയറിപ്പോയി. അവർക്ക് ശ്വാസം മുട്ടലൊന്നുമില്ലല്ലോ, നമ്മൾ ആദ്യമായിട്ടല്ലോ, നമുക്ക് നന്നായിട്ട് ശ്വാസം മുട്ടുമല്ലോ. ഞാൻ മറ്റേ ശ്വാസമൊക്കെ മുട്ടിയിട്ട് ഇങ്ങനെ പട്ടി കേൾക്കണ പോലെ ഇങ്ങനെയാണ് ശ്വാസം വലിച്ചിരുന്നിരുന്നത്, ഇടയ്ക്ക് ബ്രേക്കൊക്കെ ഇട്ടിട്ട്. അവൻ്റെ റൂംമേറ്റ് എന്നെ വെയിറ്റ് ചെയ്തിരുന്നു. ഇവനാണെങ്കിൽ കോമ്പറ്റീഷൻ കയറിപ്പോയി, ഇരുട്ടല്ലേ, ഇവനെ കാണാല്ല. എന്നിട്ട് ഞാനും റൂംമേറ്റ് തപ്പനെ എന്നിട്ട് മോളിൽ നിന്ന് വിളിച്ച് ഞാൻ ഇവിടെ എത്തിയെന്ന് പറഞ്ഞിട്ട്. അങ്ങനെയാണ് എൻ്റെ ഫ്രണ്ട് എന്നെ ഇട്ടിട്ട് പോയി, എന്നെ കൊണ്ടുപോയിട്ട്. പക്ഷെ അവൻ്റെ റൂംമേറ്റ് ഉണ്ടായിരുന്നിട്ട് എനിക്ക് കൂട്ട്. പിന്നെ ഇതൊക്കെയാണ് ഞാൻ എടുത്ത കുറച്ച് ഫോട്ടോസ്. ഇതൊക്കെ ഞാൻ എടുത്ത ഫോട്ടോ അവൻ്റെ. നല്ല രസമില്ലേ? ഇതാ അവിടുത്തെ ഫോട്ടോ. കൊള്ളാലേ? കുറേ ഞാൻ പറഞ്ഞില്ലേ സ്ട്രേഞ്ചേഴ്സിൻ്റെ കൂടെ പോയിരുന്നു. അപ്പോൾ അവർ കുറേ പേര് ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ ഫോട്ടോ എടുത്തു. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു പാറയാണ്. അത് കയറി ചെന്ന് കഴിഞ്ഞാൽ നന്ദിയുടെ ഒരു വിഗ്രഹമൊക്കെ ഉണ്ട്. ഇത് ഞാൻ അടുത്ത ഫോട്ടോ കിടിലല്ലേ? ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു വലിയ പാറയാണ് ഞാൻ പറഞ്ഞില്ല. അതിൻ്റെ മുകളിൽ നന്ദിയുടെ ഒരു രൂപം മറ്റേ പാറയും തന്നെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന്. ഇത് കയറാൻ വരെ പാടാണ്ടാകേണ്ട സ്റ്റെപ്പൊന്നുമില്ല, ജസ്റ്റ് ഇങ്ങനെ ഗ്യാപ്പ് ഇട്ട് ചവിട്ടി കയറാം. ഞാൻ പകുതി വരെ കയറിയിട്ട്. അപ്പം എനിക്ക് ഭയങ്കര ഹൈറ്റുള്ള കാരണേ മുകളിലേക്ക് കാലെടുത്തേക്ക് എത്രയും കൂടി ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ ഇറങ്ങിപ്പോന്ന്, എങ്ങനെ തലകുത്തി വീണാല. അവിടെ ഞാൻ കയറിയില്ല. ഇവർ ഫുള്ള് കയറി, ഞാൻ കയറിയില്ല. ഞാൻ അവിടെ താഴെ മുകളിലേക്ക് നോക്കി വെറുതെ ഇങ്ങനെ നിന്ന്. എനിക്ക് കയറാൻ കുറച്ച് പേടിയൊക്കെ ഉണ്ടാകും. അവിടെ വരെ സ്റ്റെപ്പുള്ളൂ, മുകളിലേക്ക് ഒരു സ്റ്റെപ്പില്ല. എനിക്ക് അങ്ങോട്ട് അവിടെ സ്റ്റെപ്പില്ലാത്തവരെ ഞാൻ കയറിയില്ല. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ.